വിശദമായ വാർത്തകളിലേക്കാണ്. ഇഷ്ടക്കാർക്ക് തട്ടിക്കൂട്ടിയ തസ്തികയിൽ നിയമനവുമായി ആരോഗ്യവകുപ്പ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിലാണ് നിയമനം. ഏകോപന ചുമതല എന്ന പേരിലാണ് പ്രത്യേക ഉത്തരവിലൂടെ നിയമനം നടന്നത്. ഇൻഫെക്ഷൻ കൺട്രോളറായി ജോലി ചെയ്തിരുന്ന VS ശാലിനിയെയാണ് അത്യാഹിത വിഭാഗത്തിൽ ഹെഡ് നഴ്സുമാർക്കൊപ്പം നിയമിച്ചിരിക്കുന്നത്. ജനം എക്സ്ക്ലൂസീവ്. ദിനംപ്രതി ആയിരക്കണക്കിന് രോഗികളെത്തുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇഷ്ടക്കാർക്കായി നിയമനം നടക്കുന്നത്. അത്യാഹിത വിഭാഗത്തിൽ ഏകോപന ചുമതല എന്ന പേരിലാണ് പ്രത്യേക ഉത്തരവിലൂടെ ആശുപത്രി അധികൃതർ നിയമനം നടത്തിയിരിക്കുന്നത്. NGO യൂണിന്റെ ഇടപെടലിലൂടെയാണ് നിയമനമെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ മാസം 6-നാണ് നിയമനം സംബന്ധിച്ചുള്ള ഉത്തരവിറക്കിയത്. ഇൻഫെക്ഷൻ കൺട്രോളറായി ജോലി ചെയ്തിരുന്ന VS ശാലിനിയെയാണ് ഏകോപന ചുമതല നൽകി അത്യാഹിത വിഭാഗത്തിൽ ഹെഡ് നഴ്സുമാർക്കൊപ്പം നിയമിച്ചിരിക്കുന്നത്. അത്യാഹിത വിഭാഗം മേധാവിയുടെ ആവശ്യാനുസരണമാണ് നിയമനമെന്നും ആക്ഷേപമുണ്ട്. അത്യാഹിത വിഭാഗത്തിൽ അറ്റൻഡർ ചെയ്യേണ്ട ജോലികൾ വരെ ചെയ്തിരുന്ന മറ്റൊരു ഹെഡ് നഴ്സിനെ കണ്ണാശുപത്രിയിലേക്ക് മാറ്റിയാണ് തിരക്കിട്ടുള്ള പുതിയ നിയമനം. ജീവനക്കാർക്ക് പരിശീലനം, ഡോക്ടർമാരുടെ ജോലി നിയന്ത്രണം വരെ ഏകോപന ചുമതലയുടെ പേരിൽ ശാലിനിക്ക് നൽകിയിട്ടുണ്ട്. രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും ഇവരുടെ ഇടപെടലിലൂടെ മാത്രമെന്നാണ് ഉത്തരവ്. ഡോക്ടർമാരുടെ അധികാരപരിധിയിൽ വരെ കൈകടത്താവുന്ന ഉത്തരവ് ഡ്യൂട്ടി നഴ്സിൽ കൂടി നടപ്പാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ പ്രതിഷേധവും ശക്തമാണ്. ഇതേ വിഭാഗത്തിൽ ഹെഡ് നഴ്സാണ് ശാലിനിയുടെ ഭർത്താവും ഇടതനുകൂലിയുമായ ബിജു. ഒരു കുടുംബത്തിലെ 2 പേരെ ഒരേ വിഭാഗത്തിൽ നിയമിക്കരുതെന്ന ആരോഗ്യവകുപ്പ് വ്യവസ്ഥയും ഇവിടെ ലംഘിക്കപ്പെട്ടു. ശാലിനി, ജനം, തിരുവനന്തപുരം.